കൊണ്ട് കുടുംബത്തെ ഞാൻ പിന്താങ്ങുന്നു. ജേബു സഹോദരന് എങ്ങനെയാണ് പിന്തുണ കൊടുക്കുന്നത്? ഡാഡിയും മമ്മിയും ചേട്ടനും പൈനർമാരായതുകൊണ്ട് അവരെ സഹായിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് വാഷിംഗ്, ക്ലീനിങ്, അതുപോലെ മറ്റ് വീട്ടു ജോലികളും ഞാൻ അവരെ പിന്താങ്ങും. ജഗന്നാഥൻ സഹോദരനോ എങ്ങനെയാണ് കുടുംബത്തിന് പിന്തുണ കൊടുക്കുന്നത്? കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ അവധി ദിവസങ്ങളിലും അതുപോലെ തന്നെ വൈകുന്നേരത്തുമാണ് വയസ്സോടത്തിന് ഏർപ്പെടാറുള്ളത്. എന്നിരുന്നാലും വീട് അടുക്കുചിട്ടായിട്ട് സൂക്ഷിക്കുന്നതിനും അതുപോലെ തന്നെ വയസ്സോടത്തിന് വേണ്ടി കുടുംബാംഗങ്ങൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ വൃത്തിയാക്കാനും സഹായിച്ചുകൊണ്ട് ഞാൻ കുടുംബത്തെ പിന്താങ്ങാറുണ്ട്. എന്തെല്ലാം സന്തോഷങ്ങളാണ് ശുശ്രൂഷയിൽ നിന്ന് ലഭിക്കുന്നത്? സങ്കീർത്തനം 16 പരമവാക്യം പറയുന്നതനുസരിച്ച് യഹോവയുടെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും അവന്റെ വലത്ത് ഭാഗത്ത് നിത്യ പ്രമോദങ്ങളുണ്ടെന്ന് പറയുന്നു. അപ്പോൾ യഹോവയുടെ സേവനത്തിലായിരിക്കുമ്പോൾ വാസ്തവത്തിൽ സന്തോഷത്തിന്റെ പരിപൂർണതയാണ് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നത്. ഏതൊരു ലൗകിക ജോലിയിൽ നിന്ന് ലഭിക്കുന്നതിന് സന്തോഷത്തെക്കാൾ എത്രയോ മികച്ചതാണ് ആ സന്തോഷം ഞാൻ മനസ്സിലാക്കി. അതാണ് എന്നെ സന്തോഷിക്കുന്നത്. ശുശ്രൂഷ തങ്ങളുടെ കുടുംബത്തിന്റെ ആത്മീയ ക്ഷേമത്തിന് സംഭാവന ചെയ്തിരിക്കുന്നത് എങ്ങനെയെന്ന് വ്യക്തമാക്കുന്ന ഒരു അനുഭവം ചുരുക്കി പറയാമോ തോമസ് മാത്യുസ്? ശുശ്രൂഷയിൽ എന്തെല്ലാം സന്തോഷങ്ങൾ ലഭിക്കുന്നു തോമസ് മാത്യുസ്? വിലയേറിയ ഒരു നിധി കണ്ടെത്തിയ അതിലൊരുവനായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. എന്റെ ജീവനെ ഞാൻ വിലയേറിയതായിട്ട് എണ്ണുന്നില്ല, കർത്താവായ യേശുവിനെ ശുശ്രൂഷ തയ്ക്കണം എന്നേ ഉള്ളൂ എന്നാണ് ഒരു സംബന്ധം പറയുണ്ടായി. എനിക്ക് നേട്ടമായിരുന്നു ഒക്കെയും ക്രിസ്തുയേശുവിനെ കുറിച്ച് പരിചയ ശ്രേഷ്ഠ നിമിത്തം ഞാൻ എല്ലാം ചപ്പും ചവറും എന്ന് അവൻ പറയുണ്ടായി. മറ്റു സന്ദർഭത്തിൽ ഞാൻ ബന്ധിക്കപ്പെടാൻ മാത്രമല്ല യെരുശലേമിൽ ക്രിസ്തുയേശുവിന് വേണ്ടി മരിപ്പാനും ഞാൻ യെരുശലേമിലേക്ക് പോകുന്നു എന്ന് പറയുണ്ടായി. ഇവർക്കെല്ലാം ഉണ്ടായിരുന്ന അതേ തീവ്ര വികാരമാണ് എനിക്ക് ശുശ്രൂഷയുള്ള ബന്ധത്തിലുള്ളതെന്ന് പറയാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് നിക്ഷേപമാണെന്നുള്ളതിന്റെ യാതൊരു സംശയവും. ജഗന്നാഥൻ സോര, യൗവനകാലത്ത് സൃഷ്ടമായ യഹോവൻ ദൈവത്തെ ഓർക്കാൻ സാധിക്കുന്ന ഏറ്റവും മികച്ച മാർഗ്ഗങ്ങളിലൊന്നാണ് പൈനർ സേവനം. അതുകൊണ്ട് യഹോവയുടെ മഹാദിവസം അടുത്തിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതിനേക്കാളും മെച്ചമായിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ജേബു സഹോദരൻ എങ്ങനെയാണ് ശുശ്രൂഷയെ വീക്ഷിക്കുന്നത്? ദൈവവുമായി ഒരു നല്ലൊരു ബന്ധം ശക്തിപ്പെടുത്തുവാനും അതുപോലെ എൻ്റെ തന്നെ വിശ്വാസത്തെ ബലിഷ്ഠമാക്കാനും ഈ ശുശ്രൂഷ എന്നെ സഹായിക്കുന്നു. അതിനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് ശുശ്രൂഷ. അതുകൊണ്ട് ഞാൻ അതിനെ ഒരു നിക്ഷേപമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. തോമസ് മാത്യുസ് എൻ്റെ കുടുംബത്തിന് നന്ദി.